ഹായ് ഓൾ, ബൂസ്റ്റഡ് ലെസൺസിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് 28-ാം തീയതി ബുധനാഴ്ച സബ് ജില്ലാതലം നടക്കാൻ പോവുകയാണ്. സബ് ജില്ലാ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഓഗസ്റ്റിലെ അക്ഷരമുറ്റത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി സമയം കളയാനില്ല, എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിന്റെ സംഘത്തെയാണ് തെറ്റായി മറ്റൊരു രാജ്യത്തിന്റെ സംഘത്തിന്റെ പേരിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത്? ദക്ഷിണ കൊറിയ. ഉത്തര കൊറിയ എന്ന പേരിലാണ് ആ രാജ്യത്തിന്റെ സംഘത്തെ അഭിസംബോധന ചെയ്തത്. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസിൽ നടന്നത്. ഏത് നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത്? സെൻ നദി. 2024 ജൂലൈയിൽ ഏത് ഇന്ത്യൻ താരത്തിന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രവിൻ പുറത്തിറക്കിയത്? ഷാരൂഖ് ഖാൻ. ഇത്തരത്തിൽ ആദരവ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നടൻ കൂടിയാണ് ഷാരൂഖ് ഖാൻ. പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി? സഖി വൺ സ്റ്റോപ്പ്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കലക്ടർ അധ്യക്ഷനായ സമിതിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ? അർബുദം. ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 7 വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം? ചാർലി കാസ്റ്റേൽ. ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലും സാമൂഹിക സാമ്പത്തിക സൂചികയിലും പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിലുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതി? പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത ഗ്രാം അഭിയാൻ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം? അഭിനവ് ബിന്ദ്ര. ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ വിമാനത്താവളം? സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, അബുദാബി. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ്? ATV. അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള റഫറി പാനലിൽ ഉൾപ്പെട്ട മലയാളി? S. രാജീവ്. 24 മണിക്കൂറിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയത്? ഇൻഡോർ, മധ്യപ്രദേശ്. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? ജമ്മു കാശ്മീർ. രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് സ്ഥാപിതമായത്? വയനാട്. രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പ്രമേയം? വികസിത ഭാരതം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം കരസ്ഥമാക്കിയത് ആര്? 2 പേരുണ്ട്. ഹുവാങ് യൂട്ടിങ്, ഷെങ് ലിഹവോ. ചൈനക്കാരാണ്. 2024 ജൂലൈയിൽ മൈക്രോസോഫ്റ്റിന് ഉണ്ടായ സാങ്കേതിക തകരാർ അറിയപ്പെടുന്നത്?
ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? തളിപ്പറമ്പ്, കണ്ണൂർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആര്? മനു ഭാക്കർ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ്? ലാലൂർ, തൃശൂർ ജില്ല. ഇന്ത്യയിൽ ഏതു തുറമുഖത്തിനാണ് INNYY1 എന്ന ലൊക്കേഷൻ കോഡ് ലഭിച്ചത്? വിഴിഞ്ഞം തുറമുഖം. ലോകമെമ്പാടുമുള്ള വ്യത്യസ്തങ്ങളായ കാപ്പിരുചികൾ സംഗമിക്കുന്ന വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻഹേഗൻ എഡിഷനിൽ സ്വീകാര്യത നേടിയ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇനം? വയനാടൻ റോബസ്റ്റ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാൻ കി ബാത്തിൽ അടുത്തിടെ പ്രശംസിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള വനിതാ സംരംഭം? കാർത്തുമ്പിക്കുടകൾ. ഇത് അട്ടപ്പാടിയിലെ സ്ത്രീകളുടെ സംരംഭമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ്? ഇ-ക്യൂബ്. അനധികൃതമായി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൻ്റെ പ്രത്യേകത എന്ത്? വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ലെനാഗാപവീർ എന്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ്? HIV ടൈപ്പ് 1. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ? മഞ്ചേരി, മലപ്പുറം ജില്ല. ഏതു വർഷത്തോടെയാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്ഥാപിതമാകുന്നത്? 2035. 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം? ഭുഞ്ച് സ്മൃതിവനം, ഗുജറാത്ത്. താങ്ക് യു ഡിയേഴ്സ്. ഇനി ഒട്ടും സമയം നമുക്ക് പാഴാക്കാനില്ല. ബുധനാഴ്ചയാണ് നമ്മുടെ എക്സാം വരുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബുധനാഴ്ച അക്ഷരമുറ്റം സബ് ജില്ലയിലെ വിജയം നിങ്ങളുടേതാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു.